I'm not quite sad. Quite, I knew it. Okay, what do you do? I would love to watch a movie with Fahad. Yes. So, This is something I relate to very much. Fahadh Fazil's interview with Pearle Maaney. A very, very requested interview. So let's have a look at it. And happy birthday to Fahadh Fazil, one of the best actors of this generation. For more such reactions, subscribe to this channel. Let's have a look. Nutriderm presents Pearle Maaney Show. Camera rolling. Yes. Audio rolling. Yeah. Lights on. Anchor. Nice intro. Anchor. This is gonna be an exciting episode. 20 yearsന് ശേഷം എൻ്റെ ഫാദർ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. He saw something in your film. അത് വിശ്വസിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ വീട്ടില് ഷട്ടിലാണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഷട്ടിലാണ് നടക്കുന്നില്ല. എനിക്ക് ആഗ്രഹം ചാക്കോച്ചനൊക്കെ ചെയ്യുന്ന പോലത്തെ അനിയത്തിപ്രാവൊക്കെ പോലത്തെ സിനിമ ചെയ്യണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനിങ്ങനെ പടം കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ആള്. എന്താ അവൻ അങ്ങനെ ചെയ്ത്? വിറ്റ്നസിന്റെ കയ്യിൽ നിന്ന് കഥ കേൾക്കുമ്പോ ഒരു രസമല്ലേ? റഹ്മാൻ is your man. Is your man. ആ സമയത്ത് എന്താ ഫീൽ ചെയ്തത്? എനിക്ക് മ്യൂസിക്കിനെ പറ്റി ഒരു ചക്ക അറിയത്തില്ല. ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. I have not seen അല്ല ഉണ്ട്. ഫസ്റ്റ് ഡേ പുള്ളിയായിട്ട് ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. For me, he is a hero. Yeah, no matter what. A lot of people think that. പക്ഷെ അതിൽ ഒരു മൊമെന്റിൽ you came out of your character. എവിടെ ഏതായിരിക്കും? എങ്ങനെ ആൻസർ ചെയ്യേണ്ടത്? Okay. Hello everybody, so welcome to Nutriderm presents Pearle Maaney Show. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ ഫഹദ് ഫാസിൽ, നമ്മുടെ സ്വന്തം അഭിമാനം ആൻഡ് എന്താ പറയാ, ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് ഹീറോ ആരാന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ആ ഇന്റർവ്യൂ സത്യം പറയാലോ അവർ അപ്ലോഡ് ചെയ്തില്ല. അന്ന് ഞാൻ അത്ര പോലും അവർക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഐ തിങ്ക് യു ആർ മൈ ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഫഹദ് ഫാസിലാണ്. ശ്രീനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ശ്രീനി ഈസ് ഓൾസോ എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. Thank you so much for coming on our show. Pleasure. Thank you so much, and you're looking great today. ഒരു വേറെ തന്നെ ഒരു ലുക്കിലാണ്. ബിക്കോസ് ഞാൻ ലാസ്റ്റ് കണ്ടത് മലയൻ കുഞ്ഞിന്റെ ഇന്നലെ ഇറങ്ങിയ ട്രെയിലറിലാണ് കണ്ടത്. എന്തൊരു ചേഞ്ച് ആണ് ഫ്രം ദാറ്റ് ടു ദിസ്. മലയൻ കുഞ്ഞ്, ലെറ്റ്സ് കം ടു ദാറ്റ് മൂവി ഫസ്റ്റ് ബിക്കോസ് I have not yet seen it. Waiting to watch it. ടോക്ക് ഓഫ് ദ ടൗൺ ആണ്. എങ്ങനെ ഈ സിനിമ എടുത്തു, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഷൂട്ട് ചെയ്തത്? സെറ്റ് ഇട്ടതാണോ അതോ റിയൽ ആണോ? People are just waiting to know because തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ്. ആൻഡ് July 22nd it's coming in theaters. So നല്ല ഒരു ഇതല്ലേ, യു സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ്. ഫുൾ കുടുംബ, ഞങ്ങളുടെ ഫുൾ സബ്സ്ക്രൈബേഴ്സ് ഇത് എന്തായാലും കണ്ടിരിക്കും ബിക്കോസ് ഫുൾ കുടുംബ പ്രേക്ഷകരാണ് നമുക്കുള്ളത്. സോ ടെൽ us about മലയൻ കുഞ്ഞും. മലയൻ കുഞ്ഞിനെ പറ്റി ആദ്യം പറയേണ്ടത്, എന്റെ ഫാദർ ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 20 yearsന് ശേഷം എന്റെ ഫാദർ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. അതും എന്നെ വെച്ച് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ എന്തോ ഉണ്ട് ഇതില്. He saw something in your film. അത് വിശ്വസിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അറിയാം. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഈ അടുത്തൊന്നും വന്നിട്ടില്ല. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന മാളൂട്ടിയാണ്. ഞാൻ പറയാൻ വരുമായിരുന്നു, മാളൂട്ടിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു. പക്ഷെ മാളൂട്ടിയിൽ മെയിൻലി പുറത്ത് നടക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. ഒരാൾ ട്രാപ്ഡ് ആകുമ്പോഴത്തേക്കും ഇടയ്ക്ക് ആ കുട്ടിയുടെ കാര്യങ്ങൾ കാണിക്കും. പക്ഷെ നമ്മുടെ കഥയില് നമ്മൾ ഒരു പോയിന്റിലും പുറത്തേക്ക് പോകുന്നില്ല, നമ്മൾ അകത്ത് തന്നെയാണ്. അപ്പൊ അതാണ് ഈ സെറ്റ് ഒക്കെ ഇറക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ട വന്നത്. കാരണം ബേസിക്കലി ഒരു ലാൻഡ് സ്ലൈഡ് ആണ് കാണിക്കുന്നത്. അപ്പം 40 അടി താഴ്ചയിൽ നടക്കുന്നൊരു കഥയാണ് പടത്തിന്റെ സെക്കൻഡ് ഹാഫ്. അപ്പൊ അത് ഫുൾ സെറ്റ് ഇട്ടിട്ട് എങ്ങനെ ഫാദർ ഇങ്ങനത്തെ റോൾസ്, ലൈക്ക് ഐ ഹാവ് ഹേർഡ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, യു കാൻ ജസ്റ്റ് ഗെറ്റ് ഇങ്ങനത്തെ സിനിമകൾ. Obviously you're meditating and attracting the most brilliant scripts into your life. That's true. Like not every film we choose can be this exceptional. Like ഞാൻ പറയട്ടെ, എനിക്ക് ആഗ്രഹം ചാക്കോച്ചനൊക്കെ ചെയ്യുന്ന പോലത്തെ അനിയത്തിപ്രാവൊക്കെ പോലത്തെ സിനിമ ചെയ്യണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ എന്റെ സുഹൃത്തുക്കളായ മഹേഷും സജിയും ദിലീഷും എല്ലാം ഇങ്ങനത്തെ കഥകൾ എനിക്ക് കൊണ്ടുവരുന്നത്. But I think that's അതാണല്ലോ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്, വാച്ചിങ് യു പെർഫോം ലൈക്ക് ക്രേസി. ഓൾസോ സീ, ഇങ്ങനത്തെ കഥകൾ പറയുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ലൈഫിന്റെ ബ്യൂട്ടിയെ പറ്റി കുറെ കൂടെ ഐഡിയ കിട്ടുന്നത്. It's only through the grey you know what is the worth of all these things. That's a very deep thing to say. Only when you know what is bad and what is not good, you realize what is good. When you know everything, then only you can make these categorizations. So yeah.
അപ്പൊ എനിക്ക് ആ സാക്രിഫൈസിന്റെ കഥകൾ പറയാൻ ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ ആ ജേർണിയുടെ കഥകൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്നലത്തെ ആ ട്രെയിലറിൽ ഞാൻ കണ്ടു, ഫസ്റ്റ് സീനിൽ കിണറ്റിന്റെ അടുത്ത് നിന്ന് കുളിക്കുന്നത്. അത് കുറെ മലയാളികൾക്ക് റിലേറ്റബിൾ ആയിരിക്കും. എൻ്റെ അമ്മ വിതുരയിലായിരുന്നു, ഞങ്ങളുടെ തറവാട്. അപ്പൊ ഞങ്ങൾ കിണറ്റിന്റെ അടുത്ത് നിന്ന് ഈ തണുത്ത വെള്ളത്തിൽ ഈ കുളിക്കുന്ന, അപ്പം ആ മൊമെന്റ് ഒരു ലൈറ്റ് വരുന്നു, അപ്പൊ ഓടുന്നു. അത് എന്തിനാണ് ഓടിയത്? അത് കഴിഞ്ഞിട്ട് ഒരു കൊച്ചിന്റെ കരച്ചിൽ, ഇത്ര ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കൊച്ചിന്റെ കരച്ചിൽ, പൊന്നി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ പൊന്നിന്ന് വിളിച്ചാണ് കരയുന്നത്. സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദിസ് ടു ദാറ്റ്, പൊന്നി ഫ്രം പൊന്നി ടു ദാറ്റ്, പടത്തിന്റെ കഥ പുറത്തു വരും. പക്ഷേ കണ്ടതാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിന്റെ ജസ്റ്റ് ഒരു പടത്തിന്റെ ഒരു ഐഡിയ മാത്രം ഞാൻ പറയാം. അപ്പൊ ഇയാള് ക്യാരക്ടറിന്റെ പേര് അനിക്കുട്ടൻ എന്നാണ്. അനിൽ. അപ്പം അനിൽ ആക്ച്വലി ഒരു ഈ ഇലക്ട്രോണിക് മെക്കാനിക് ഒക്കെയാണ്. ഇടിയൊക്കെ വെട്ടി ചെയ്താന്ന സാധനങ്ങൾ ഇയാളുടെ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാർ, പുള്ളി എല്ലാം ശരിയാക്കി കൊടുക്കും. ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര മിടുക്കനാണ്. അപ്പൊ പുള്ളി വർക്ക് ചെയ്യുന്ന ഈ വെളുപ്പിനെ 3 മണി സമയത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് പുള്ളി. അപ്പം നമ്മുടെ പടം തുടങ്ങുന്നത് ഈ ഇവന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലൊരു കുട്ടി ജനിക്കുകയും ആ കുട്ടിയും അമ്മയും വീട്ടിലേക്ക് വരുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. അപ്പൊ മെയിൻ കോൺഫ്ലിക്റ്റ് വെളുപ്പിനെയൊക്കെയാണ്. വെളുപ്പിനെ എനിക്ക് കൊച്ചു കിടന്ന് കരഞ്ഞു തുടങ്ങും. ഇയാളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും, ഇയാളുടെ ടൈം ടേബിൾ തെറ്റും. ഇയാൾ അങ്ങനെ ഭയങ്കര ദേഷ്യമായിട്ട് ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഇവരവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തും. ആ പോയിന്റിലാണ് ഗൂഗിൾ മാപ്പിലെ പോലെ presents Pearle Maaney show. Welcome back, guys. This is New Tridium presents Pearle Maaney show. We have Fahadh Fazil with us. മലയും കുഞ്ഞ് എന്ന സിനിമ ഈ മാസം 22-ാം തീയതി, അതായത് ജൂലൈ 22 തിയേറ്റേഴ്സിൽ തന്നെ നിങ്ങൾ പോയി കാണണം. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ക്യാരക്ടറിന്റെ ലുക്ക്, ലൈക്ക് ഇപ്പൊ ഇരിക്കുന്ന ഫഹദ് ഫാസിൽ, ഒബ്വിയസ്ലി you look so different. അങ്ങനെ പറയരുത്. പക്ഷെ അതില് your body language, your manner, അത് ഈ മൂവിയിലല്ല, any movie that you've done, you just become that person. We can't see Fahadh Fazil after that. നമുക്ക് വേറൊരാളെ കാണാനും പറ്റത്തില്ല ആ ക്യാരക്ടർ ചെയ്യുന്നതായിട്ട്. ഇതിനെല്ലാം നന്നായി you do your best performance and it becomes an iconic character എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഐ തിങ്ക് ഇർഫാൻ ഖാൻ, ഇവരൊക്കെയാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത് കണ്ടിരിക്കുന്നത്. അതായത് I know he's a big fan of Irfan Khan. I know you're a very humble person, but I have to be honest here. I can't be അല്ല, ഞാൻ പറയാനുള്ള പറഞ്ഞില്ലേ പറ്റുള്ളൂ. So how do you become that character? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബിക്കോസ് ഈ സിനിമയിൽ തന്നെ യു സ്പോക്ക് ടു സംബഡി എന്നുള്ളത് യു ആർ സെയിങ്. ഇപ്പൊ നമ്മളിപ്പം ചുമ്മാ സംസാരിച്ച് വി സെഡ് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ ഒരാളെ ഫോണിൽ വിളിച്ച് സൂം കോളിൽ, അതും ബീഹാറിൽ ഭോപ്പാൽ ഉള്ള ഒരാള് ഹു വാസ് സിമിലർ എക്സ്പീരിയൻസ്. സോ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ഐ വാണ്ട് നോ an actual സിനാരിയോയിലുള്ളവരുടെ റിയാക്ഷൻ. ഇപ്പം മാലിക് ചെയ്യുന്ന സമയത്ത് മഹേഷിന്റെ കുറെ തിരുവനന്തപുരത്തുള്ള കുറെ ഫ്രണ്ട്സിനെ ഒക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അവർ ഈ പല രീതിയിലും ഈ ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് എപ്പോഴും ഈ വിറ്റ്നസിന്റെ കയ്യിൽ നിന്ന് കഥ കേൾക്കുമ്പോ ഒരു രസമല്ലേ. നമ്മളിപ്പോ ഞാനൊരു കഥ പേളിയോട് പറയാണ്, പേളി കഥ കേട്ടിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഇത് കണ്ടാണോ എന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ടുള്ളതാണ്. ഈ കണ്ടയാളോ ഇല്ലെങ്കിൽ ഇതില് ഭാഗമായ ഒരാളിൽ നിന്ന് കഥ കേൾക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പൊ തൊണ്ടി മുതൽ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ഷൂട്ട് ചെയ്ത പോലീസുകാരോടാണ്. അവർ പിടിച്ച കള്ളന്മാരെങ്ങനെയായിരുന്നു. അപ്പൊ ഇത് ഞാൻ എങ്ങനെ പറയാ, ഇതിപ്പോ ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. I totally rely on the director or the writer. But you're definitely a gifted actor എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. Because you're acting, and even in Vikram we can't be, അല്ലേ, നമുക്ക് വിക്രം ഒരു കൈ അടിച്ചേ. Oh, there's an audience. I think the boys would agree with me that Vikratla you stood out like anything. Your acting, everything was so cool that we were feeling so proud every moment. പക്ഷെ അതിൽ ഒരു മൊമെന്റിൽ you came out of your character. എവിടെ? Okay. ഏതായിരിക്കും? The point where you said I'm a big fan. ഒരു ചെറിയ ഡയലോഗില്, I don't know if that was intentional or I felt like it was just Fahadh Fazil on screen for a moment.
കമൽ സാറിനോട് പറയും ഹ്യൂജ് ഫാൻ. Oh, yeah. I felt like okay അല്ലേ, അത് ഞാൻ മാത്രമല്ല, I think അത് ഞാൻ മാത്രമല്ല, അത് ഷൂട്ട് ചെയ്യുമ്പം ആ മുറിയിലുണ്ടായിരുന്ന എല്ലാരും ഒരുമിച്ച് പറഞ്ഞ ഡയലോഗ് അത്. So I was a huge fan. ആ സാധനം it actually, I mean, purely it was a tribute to Kamal there's no sir. other way of saying it. It was pure tribute to Kamal sir. അത് അതിനെ I think that was one of the iconic moments of the movie. അല്ല, നിങ്ങളുടെ ആ ഒരു ഇന്ററാക്ഷന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. honestly I'm a big fan. Yes. And നിങ്ങൾ എത്ര തന്നെ whether you were chasing him or not, ആ ഒരു മൊമെന്റും നമ്മൾ കാത്തിരുന്നു. ആൻഡ് യു സെഡ് വാട്ട് യു ഹാഡ് ടു സേ. ഹ്യൂജ് ഫാൻ. അപ്പം ആക്ച്വലി ക്ലാപ്പ് കേൾക്കാം നമുക്ക് തിയേറ്ററിന് എല്ലാവർക്കും ഗൂസ് ബംസ് ഒക്കെ വരുന്നു ആ ഒരു മൊമെന്റിൽ. ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് കമൽ സർ? ആൻഡ് ഐ എം സോറി ഐ എം ഡീവിയേറ്റിംഗ്, ബട്ട് വി ഹാഡ് ടു സ്പീക്ക് അബൌട്ട് പ്യോർ മാജിക്. കമൽ സർ ഇസ് ലൈക്ക്, എന്താ പറയാ, എനിക്കൊരു ഭയങ്കര ഫ്രണ്ടിനെ കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. We sit, we talk about cinema, we talk about life. Like, you can talk about anything to him. എല്ലാത്തിനും ആൻസേഴ്സ് ഉണ്ട്. He's fun, ഞാൻ ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ ചെന്നൈ ചെന്നിട്ട് അന്ന് രാത്രിയാണ് ഷൂട്ട്. അപ്പോൾ ലോകേഷ് വന്നിരുന്ന എന്നോട് സീനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ഈ സീൻ ഡയലോഗ്സ് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഡയലോഗ് ഒക്കെ പറയുന്നത് കമൽ സാറിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫസ്റ്റ് ഡേ കമൽ സാറായിട്ടാണ് ഷൂട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ഡേ കമൽ സാറായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യില്ല. No, I mean I met him for the pre-production and all that. Not awards. ഈ പടം സൈൻ ചെയ്യുന്നതിന് മുമ്പ് I had gone to meet him, had a chat with him and all that. അതല്ലാതെ ഞാൻ പോയപ്പം ഫസ്റ്റ് ഡേ പുള്ളിയായിട്ട് ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കമൽ സാറിന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് we didn't shoot that day. ഞങ്ങൾ അന്ന് ഫുൾ അവിടെ സംസാരിച്ചിരുന്നു. Because you had to relax. Yeah, and he understood. ഞാൻ ഇങ്ങനെ ഒരു ഫാൻ ബോയ് മൊമെന്റിൽ നിൽക്കുക, എന്നെ ഈസ് ഡൗൺ ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയായിരുന്നു. അപ്പം പുള്ളി പഴയ കഥകളൊക്കെ പറഞ്ഞ് we spoke, and so the thing is he'll make you feel that you're loved, you're special. Yeah. അപ്പം ഭയങ്കര സേഫാണ് നമ്മളവിടെ. Yes, you're in a safe zone. That's all. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, നാളെ എനിക്കിപ്പോ ഇവിടെ ഒരു പടം ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയില്ലെങ്കിൽ I can just walk into Raj Kamal and say that I want a producer. അങ്ങനെ അത്രയും freedom. That's just brilliant. Now let's talk about Saji, because you've already worked. He co-directed See You Soon. So Saji and I, സജി മഹേഷിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, VKP സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, വൈശാഖിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. So I met him during നെത്തോലി ഒരു ചെറിയ മീനല്ല. സെറ്റില് ഏറ്റവും ഫയർ ആയിട്ടുള്ള ഒരാളെ നമ്മൾ നോട്ടീസ് ചെയ്യുള്ളൂ, ഏറ്റവും കൂടുതൽ ഒച്ചയിടുന്ന ആള്. There was this boy, ഭയങ്കര ഒച്ചയിടില്ല, കാരണം VKP സാർ ഓർഡർ ചെയ്തില്ല, ആക്ഷനും കട്ടും പറയുന്ന സജിയെ. അപ്പൊ അങ്ങനെ ഞാൻ സജി ആദ്യമായിട്ട് കാണുന്നത്. Then ആ പടത്തിൽ തന്നെ ഞങ്ങൾ we used to talk, we used to interact. അപ്പൊ എനിക്ക് സജിയുടെ മനസ്സിലുള്ള ഒരു സിനിമ എന്താന്നൊരു മനസ്സിലായി. അതെ, അന്നേ ഈ സിനിമയെ കുറിച്ച് അല്ല അന്ന് ഞങ്ങൾ പല കഥകൾ ചർച്ച ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയത്. സോ ആഫ്റ്റർ നെത്തോലി ഞങ്ങള് ടേക്ക് ഓഫ് ചെയ്തു, മാലിക് ചെയ്തു, See You Soon ചെയ്തു. Then he did another movie. Mahesh did with Kunjaku. Arip. Yeah. Adum Saji work ചെയ്തിട്ടുണ്ട്. Okay. So he's been in the circle. Yeah, he's been there. He's like all over the place. അപ്പം ഞാനും സജിയും ആദ്യം ചെയ്യാൻ തീരുമാനിച്ച പടത്തിൽ മഹേഷ് ഇല്ലായിരുന്നു. ഞങ്ങള് we were supposed to do another film. That was not falling in place. അങ്ങനെയാണ് ഞങ്ങൾ മഹേഷിനോട് എന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചത്. അപ്പൊ മഹേഷ് വർക്ക് ചെയ്തോണ്ടിരുന്ന സ്ക്രിപ്റ്റ് നിന്ന് എടുത്ത് തന്നതാണ് മലയങ്ങൾ. മഹേഷിന്റെ ഇനി എത്ര സ്ക്രിപ്റ്റ് ഉണ്ട്? നമ്മളിപ്പോ ഒരു കഥ കൊള്ളാലോ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് വരും. How does he do that? Like how you act, he can write. Ayyo. He does it much more. Like he can write, he can direct, he can shoot. Ee padathinte camera Mahesh. Are you serious? Yeah, ee padathinte camera Mahesh. Crazy. So he had because he was free after writing. Yeah. You just showed me, because guys njan idinte adiyil oru link I think after by next Monday ഞാൻ ഒരു ലിങ്കും കൂടി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിന്റെ മേക്കിംഗ് വീഡിയോ ആണ്. ഇത് എങ്ങനെയാണ് ഒരു ഷൂട്ട് ചെയ്തെന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുള്ളൂ, ബിക്കോസ് ഐ എം ഗോണ ടോക്ക് അബൌട്ട് ദാറ്റ് ഹിയർ. ക്രേസി. ഒരു ഹോളിവുഡ് മൂവിക്കൊക്കെ നമ്മൾ BTS കാണുന്ന ഒരു ഫീലിലാണ് ഞാൻ അത് കണ്ടത്. സീരിയസ്ലി, ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് ഇൻ, ഹൗ ഡിഡ് യു ഫീൽ ഇത്രയും ഒരു ക്രേസി ഒരു അടിപൊളി ടീമിനോട് വർക്ക് ചെയ്യുമ്പോൾ? ഒബ്വിയസ്ലി യു വിൽ ബി എക്സൈറ്റഡ്, റൈറ്റ്? സോ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന സ്കെയിൽ എന്ന് പറയുന്നത് 1000 ആൾക്കാർ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2000 ആൾക്കാർ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ സ്കെയിലുകളാണ് അറിയാം. ഇപ്പൊ ഒരാളെ വെച്ച് ഷൂട്ട് ചെയ്യാനും ഇത്രയും സ്കെയിലും ഈ എഫേർട്ടും വേണം. ഇപ്പൊ മലയകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം
even though it's a one actor narrative in the second half, അത് ഷൂട്ട് ചെയ്യാൻ ആക്ച്വലി ഒരു 50 പേര് ഈ 40 അടി താഴ്ചയിലേക്ക് ഇറങ്ങി വന്നാലേ ഈ ഷൂട്ട് നടക്കുകയുള്ളൂ. അപ്പൊ ഈ 40 അടി താഴ്ച എന്ന് പറയുന്ന ഒരാൾക്ക് നടന്നിറങ്ങാൻ പറ്റില്ല. ഞാനൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഏണി വെച്ചിറങ്ങുന്ന പോലെ യു ഹാവ് ടു ആക്ച്വലി ഗോ ത്രൂ. പാത്തുള്ളതല്ല, പാത്ത് ഉണ്ടാക്കണം, നമ്മളുണ്ടാക്കണം. ഈ കല്ലും ഇതെല്ലാം ഇങ്ങനെ അടിഞ്ഞു കിടക്കാണ്. യു ഹാവ് ടു ആക്ച്വലി ആട്, കോഴി എല്ലാം ഉണ്ട്. And I heard that you had an injury. ഒരു ചെറിയ സ്റ്റിച്ച് ഒക്കെ വന്നു. ചെറിയ സ്റ്റിച്ച് ഒന്നും അല്ല, വലിയ സ്റ്റിച്ച് ആയിരുന്നു. അത് ആക്ച്വലി പടത്തിന്റെ ഒരു ഷോട്ടിൽ ഞാൻ വീണ് ഐ ലാൻഡഡ് ഓൺ മൈ ഫേസ്. അപ്പം എത്ര നാൾ എടുത്തു അത് ഹീൽ ആവാൻ? 6 മാസം. ഇനി ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. ദിസ് ഇസ് ന്യൂട്രിഡം പ്രസൻസ് പേർളി മാണി ഷോ. വെൽക്കം ബാക്ക് ഗൈസ്. സിനിമ ഈ മാസം വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരൊരു ഗ്ലാമർ വേൾഡിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിന്റെ ബാക്കിൽ വരുന്ന ഹാർഡ് വർക്ക്, വെയിൽ കൊള്ളുന്ന, ഇങ്ങനെ എസ്പെഷ്യലി ഇങ്ങനത്തെ സിനിമയൊക്കെ ഇറ്റ്സ് വെരി ടാക്സിങ് ഫോർ യു അല്ലെ, ഫിസിക്കലി. ആൻഡ് ഇത് ലോക്ക്ഡൌൺ ടൈമിൽ നിങ്ങൾ ഇത് യു ആർ സപ്പോസ് ടു റിലീസസ് ഇൻ OTT. പക്ഷെ why did you choose തിയേറ്ററിൽ തന്നെ എനിക്കിത് ഇറക്കണം? ബിക്കോസ് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫോർ ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതിന് കാരണം ഇപ്പം പറയാൻ പോവാണ്. രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, ദിസ് ഫിലിം ബിലോങ്സ് ടു എവറി ടെക്നീഷ്യൻ ഇൻ ദ ഫിലിം. ഇപ്പൊ ഈ പടത്തിന്റെ ആർട്ട് ഡയറക്ടറിനാണെങ്കിലും, പടത്തിന്റെ ക്യാമറമാൻ ആണെങ്കിലും, പടത്തിന്റെ മ്യൂസിഷ്യൻ ആണെങ്കിലും, ഈ പടത്തിലെ ഓരോ ടെക്നീഷ്യനും ഹി ഓൺസ് ദ ഫിലിം. ഇത് എന്റെ പടം എന്ന് പറഞ്ഞ നാളെ ഒരാളെ കാണിക്കാൻ പറ്റും. ഇതിന്റെ ആർട്ട് ഡയറക്ടറിനായാലും ആർക്കും, സൗണ്ട് ചെയ്ത ആൾക്കാണെങ്കിലും, ഇതിന്റെ എന്താ പറയാ പോസ്റ്റ് കളറിംഗ് ചെയ്ത ആൾക്കാണെങ്കിലും, VFX ചെയ്ത ആൾക്കാർക്കാണെങ്കിലും. So this is one film that you can show. ഇത് ഞാൻ ചെയ്ത പടം. അതെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആക്ച്വലി തിയേറ്ററിലേക്ക് കിട്ടുള്ളൂ. ഞങ്ങൾ പടം once it was over, once Rahman sir's work was done, നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും ഈ ഡീറ്റെയിലിംഗ് തിയേറ്ററിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ആമസോണിൽ വിളിച്ചിട്ട് I tried to revise the agreement. So അങ്ങനെ തിയേറ്ററിലേക്ക് എത്തണം. എത്ര So it's coming on Amazon. It's little less than 2 hours. 2 hours. Appo I want to talk about A.R. Rahman sir, because A.R. Rahman sir is coming back to Malayalam industry after 29 അല്ല 30 years ശേഷം. So how did you reach him and how did he respond to this film? So നമ്മൾ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാണ്, ഈ സെക്കൻഡ് ഹാഫ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ മഹേഷിനോടൊക്കെ പറഞ്ഞു തുടങ്ങി, എനിക്കത് ഭയങ്കര മ്യൂസിക്കലായിട്ടൊരു സിനിമയായിട്ടാണ് തോന്നുന്നത്. സോ മഹേഷ് അങ്ങനെ അല്ലായിരുന്നു എഴുതിയിരുന്നത്. സോ വി സ്റ്റാർട്ടഡ് ഡിബേറ്റിംഗ് ഓൺ ഓൾ ദ പോസിബിലിറ്റീസ്. ഇത് മ്യൂസിക്കലാക്കി തന്നെ കൺസിഡർ ചെയ്യണോ, അതല്ലെങ്കിൽ ഭയങ്കര സൈലൻസ്. സോ ദെൻ ഇവൻച്വലി എല്ലാവരും ഒരു മ്യൂസിക്കൽ സിനിമയ്ക്ക് ട്രൈ ചെയ്യാന്നുള്ള ഡിസിഷനിലേക്ക് എത്തി. മ്യൂസിക്കൽ പറയുമ്പോൾ there are two kinds. One is, this is interesting because things can change. It's not what you write, that's the way the film will end, you know. Like while making you feel like, oh, I thought we'll have only silence and that'll be more epic, but I think adding music it's gonna, you know, work better. And that's what I think they're talking about, the background score and the difference between a song. It's like supporting background score. അങ്ങനത്തെ ഒരു സാധനം. മ്യൂസിക് എന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗ് ആണ്, ഇമോഷൻ ആണ്. അതിലൊരു ഹുക്ക് ഉണ്ടാവും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അത് പിന്നെയും പിന്നെ ആ ഇമോഷനിലേക്ക് നമ്മൾ ഹുക്ക് ചെയ്യും. സോ അപ്പൊ ഇതില് ബേസിക്കലി ഇയാള് താഴെ ട്രാപ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡയലോഗ്സോ കമ്മ്യൂണിക്കേഷനോ വേറെ ആക്ടേഴ്സോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ പടത്തിൽ ആദ്യം കേട്ട കുറെ മ്യൂസിക്കൽ സ്കോർസ് ആണ് ഇയാളുടെ കൂടെ പിന്നെ ഉള്ളത്, ഈ പടത്തിൽ റിലീഫ് പോയിന്റ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ് ടു ഹാവ് ദാറ്റ് റിലീഫ് പോയിന്റ് ഇൻ ദ ഫിലിം. അപ്പൊ അങ്ങനെ ഞാൻ ഐ സ്പോക്ക് ടു അരവിന്ദ് സ്വാമി. സോ അരവിന്ദ് സർ അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ഷൂട്ട് ചെയ്യുന്ന, ഞാൻ ഈ പടത്തിന്റെ കഥ ഇങ്ങനെ ഫോണിൽ പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു, റഹ്മാൻ ഇസ് യുവർ മാൻ. റഹ്മാൻ is your man. ആ സമയത്ത് എന്താ ഫീൽ ചെയ്തത്? ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. എനിക്ക് മ്യൂസിക്കിനെ പറ്റി ഒരു ചക്ക അറിയത്തില്ല. ഫോർ മീ രണ്ട് കാര്യങ്ങൾക്കാണ് എനിക്ക് സിനിമയിൽ മ്യൂസിക് വേണ്ടത്. ഒന്ന്, ടു ടേക്ക് ദ സ്റ്റോറി അഹെഡ്, ആ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ. രണ്ട്, ഒരു റിലീഫിന്. പടത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇത് രണ്ടും അല്ലാതെ എനിക്ക് പാടി അഭിനയിക്കാനോ ഇതൊന്നും എനിക്കിപ്പോ ഇറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വെൽ വിത്ത് മീ. സോ ഇപ്പൊ റഹ്മാന്റെ അടുത്ത് പോവാന്നുള്ളത് ആദ്യം എനിക്ക് ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ഉള്ള കാര്യമായിരുന്നു.
Then I thought I'll just email him. ചുമ്മാ ഇമെയിൽ ചെയ്തിട്ട് എന്തെങ്കിലും ആയിട്ട് ഇങ്ങനൊരു പടം ഉണ്ട് സാർ കാണുന്നോന്ന് ചോദിച്ചിട്ട്. So I mailed him and പുള്ളി എന്നെ within 1 hour എന്നെ വിളിച്ചു പുള്ളി. വിളിച്ചിട്ട് then I said see the film sir, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു യു കം എന്ന് പറഞ്ഞ് ഞങ്ങൾ ദുബായി പോയി, ഞാനും മഹേഷും ഞങ്ങൾ പടം കാണിച്ചു. How was he responding to film? ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. ഈ പടത്തിൽ ഞാൻ പൊറോട്ട കഴിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര നോക്കിയിട്ട് ഐ ലവ് പൊറോട്ട. സോ വി സാറ്റ് ആൻഡ് വി വാച്ച്ഡ് ദി ഫിലിം. അപ്പൊ ഈ സെക്കൻഡ് ഹാഫ് കാണുമ്പം ഈ അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് കാണുമ്പോൾ ഐ കുഡ് സീ ഹിം ഇങ്ങനെ പുള്ളി ഇങ്ങനെ പോകുന്നതും ഒക്കെ എനിക്ക് കാണായിരുന്നു. പടം കഴിഞ്ഞ പുള്ളി എന്നോട് ചോദിച്ചു എങ്ങനത്തെ മ്യൂസിക്കാ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിലീഫാണ് സാർ വേണ്ടത്. ഇതില് ഇമോഷണലി ഈ പടം ഹോൾഡ് ചെയ്യണം. അപ്പൊ അതിന് എല്ലാ പാരലൽ സ്റ്റോറീസിനും ഒരു ട്രാക്ക് വേണം. ദാറ്റ് ഷുഡ് മെർജ് ഇറ്റ്സെൽഫ്. എല്ലാവർക്കും പറഞ്ഞു അപ്പൊ പാട്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പാട്ടൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. പാട്ടൊന്നും ഇല്ല പറഞ്ഞത്. അത് ശരിക്കും ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ അതിന്റെ താഴെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടൈം കേട്ടപ്പോ ഓക്കെ, സെക്കൻഡ് ടൈം എന്താ ഇത്, തേർഡ് ടൈം അയ്യോ ഐ ആം അഡിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് റഹ്മാൻ സാറിന്റെ പാട്ടൊക്കെ അങ്ങനെയാണ്. ഫസ്റ്റ് ടൈം നമ്മൾ ഇങ്ങനെ കേട്ടിട്ട് പിന്നെ അത് പാട്ടില് നമ്മൾ അഡിക്റ്റ് ആയി പോകും. പുള്ളി പറയുകയും ചെയ്ത കാര്യം അതാണ്. I want something that sounds like a Malayalam song. ഒരു മലയാളം പാട്ട് പോലത്തെ ഒരു പാട്ട്. പക്ഷെ ഇനിഷ്യലി he's used hand drum I think. അപ്പൊ അങ്ങനെ പുള്ളി ഒരു സമയം വിളിച്ചു പറഞ്ഞു ആക്ച്വലി ഈ പടത്തിൽ കുറെ പാട്ടുകൾക്ക് പോസിബിലിറ്റി ഉണ്ട്. സോ I'll give you songs, you like it, you take it. പിന്നെ it was a journey with him. Like ഞാൻ 3 മാസത്തോളം പുള്ളിയായിട്ട് ഈ പടമായിട്ട് സോ ഞാൻ വിക്രം ഷൂട്ട് ചെയ്യുമ്പോഴും ചെന്നൈയിലുള്ളപ്പോഴൊക്കെ I used to be with him. Not just me, മഹേഷും സജി എല്ലാവരും. പിന്നെ it was like a dream, you know. We couldn't have asked for a better. ഞാൻ എല്ലാ പടമായിട്ടും അങ്ങോട്ട് പോകും. ബിക്കോസ് ഇറ്റ്സ് ശരിക്കും AR റഹ്മാൻ സർ ആണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പൊ വലിയൊരു ന്യൂസ് ആയി. ആഫ്റ്റർ 30 years he's coming back. ഇത് ആക്ച്വലി ഈ സിനിമ he's a brand in himself. ഒരു എന്താണ് ഈ സിനിമയിലുള്ളത് for him to come back after 30 years is a long time for him. I know it's a huge gap. ഇത് ഇത്ര സിമ്പിൾ ആയിട്ട് you said, പക്ഷെ obviously he saw something in the film. അത് അല്ലെങ്കിൽ he would have not entered this. അപ്പൊ എന്നോട് പറഞ്ഞു see I want to do this. പക്ഷെ ഞാൻ ഭയങ്കര ബിസി. ഞാൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി ദുബായിൽ എക്സ്പോ മറ്റേതൊക്കെ ചെയ്യാം, എക്സ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. he performed live there and he had a orchestra, Firdaus orchestra. All that was happening. അപ്പം എന്നോട് പറഞ്ഞു ടൈം ലൈൻ ഇല്ലെങ്കിൽ എന്താ ടൈം ലൈൻ എന്ന് ചോദിച്ചു. സാർ ഈ പടം തീർക്കുന്നതാണ് അതിന്റെ ടൈം ലൈൻ. I have no like you know you finish it whenever you want. അപ്പൊ എന്നോട് അന്ന് 6 മാസം പറഞ്ഞു. പക്ഷെ 7 മാസത്തിൽ 6 മാസം ആയിട്ടില്ല. He started working last December. So that's a huge blessing to have him on your side. And Rajeshയുടെ കൂടെ വർക്ക് ചെയ്ത ഒരു her character in the movie. Rajisha actually plays my sister. It's a very crucial role. Again, that's suspense role. We can't talk much about it. But it's a very interesting role. Sure. And she's done a beautiful job. A very beautiful job. And sorry. I mean, our character ആണ് ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെ ഇമോഷണലി ഹോൾഡ് ചെയ്യുന്നത്. അത് രജീഷ പോലൊരു പെർഫോമറിന് ഇത് പറ്റുള്ളായിരുന്നു. It was like Rajisha, there's Jafar Ka, Indran Setan, Irshad Ka, Arjuna Ashok, എല്ലാരും they all play a very important role, but they all come and go. What was the biggest challenge that you faced while shooting this film? Like emotional ആയിരുന്നോ, physical ആയിരുന്നോ? What is the biggest challenge that you faced? Because it's not an easy film. So physical, emotional, all it was exhausting. അതിനേക്കാളും ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനടിയിൽ ലൈറ്റ് സോഴ്സ് ഇല്ലല്ലോ. ഓക്സിജൻ, നത്തിങ്. ഓക്സിജൻ ഒക്കെ like you go 40 feet, there's nothing. അപ്പം ലൈറ്റും ഇല്ല. So the only light is the torch I have. അപ്പം ആ ടോർച്ചിൽ എല്ലാവരും വരേണ്ടത്. So how did the camera go? It's crazy for me to even understand some of the shots camera മാത്രമേ അകത്തേക്ക് പോയിട്ടുള്ളൂ. ക്യാമറമാൻ പുറത്താണ്. ക്യാമറമാൻ പുറത്ത്. He can't even see me. You know, like എന്റെ ബോഡിയുടെ മൂവ്മെന്റ് ജഡ്ജ്മെന്റ് വെച്ചിട്ടാണ് used to move. അപ്പം അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും സിനിമ കാണുമ്പോൾ ജനങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പടം എൻജോയ് ചെയ്തില്ലെങ്കിൽ എൻജോയ് ചെയ്തു. That's true. It doesn't matter how they shot it. Like while watching the movie, we should not think about how they did this. This is epic, you know. That's not what the makers wanted to take away from it.
They want you to be hooked. They want you to be just, immersed in their film, what they have made. Obviously, movie lovers ഉണ്ടല്ലോ, they would like to know, അവരാണ് ഇത് കൂടുതൽ കാണുക ഇന്റർവ്യൂ, because they would want to know ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തേ, ഇതിന്റെ ഡീറ്റെയിൽസ്, because ഇന്ന് മീഡിയ ഫീൽഡിൽ എല്ലാവരും ഇൻവോൾവ് ആണ്. എവറിബഡി ഹാസ് ആക്സസ് ടു യൂട്യൂബ്. അപ്പൊ ദേ നോ ഇഫ് ദേ ഹാവ് എ പാഷൻ ടുവേർഡ്സ് മൂവി മേക്കിംഗ് അല്ലെങ്കിൽ ആക്ടിങ്, എനിക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തൂടാ, ബിക്കോസ് ദേ ഹാവ് ആൻ ആക്സസ് ടു അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത് പണ്ടത്തെ പോലെ ഫിൽം മേക്കിംഗ് ഇസ് നോട്ട് എ സീക്രട്ട് എനിമോർ. ഇറ്റ്സ് നോട്ട് എ സീക്രട്ട്. എല്ലാവർക്കും അറിയാം. യെസ്. ഇപ്പൊ ഏത് ലെൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഏത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, സോ എവറിതിങ് ഇസ് നോൺ ടു എവരിവൺ. അപ്പൊ ഇതിന്റെ പ്രോസസ്സ് മാത്രമാണ് നമ്മൾ മുമ്പ് കാണാത്തൊരു സാധനം റീക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. സോ അതിന് there are a lot of ways. അപ്പം എല്ലാവർക്കും അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം, because I come with a long way in this industry. അങ്ങനെ നോക്കുകയാണെങ്കിൽ you've done so many roles. ഇപ്പൊ ഞാൻ തന്നെ when I was shooting for a Hindi film, അവിടുത്തെ ആൾക്കാർക്ക് ഫഹദിനെ അറിയാം. ഫഹദിന്റെ കുമ്പളങ്ങി നൈറ്റ്സിലത്തെ പെർഫോമൻസ് എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ഹൗ ഡു യു ലുക്ക് അറ്റ് ദീസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് ഐ എം സ്റ്റക്ക് ഇൻ ദാറ്റ് ക്യാരക്ടർ? ഐ എം ജസ്റ്റ് ആസ്കിങ് യു ബിക്കോസ് ചില ക്യാരക്ടേഴ്സ് നമ്മൾ ഭയങ്കര ഇൻവോൾവ് ആയി, മേ ബി യു ആർ ഷൂട്ടിംഗ് ഫോർ ലൈക്ക് ബാക്ക് ടു ബാക്ക് 20 days 30 days, യു ആർ കോൺസ്റ്റന്റ്ലി ലൈക്ക് അതിനകത്തിരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് നസ്രിയുടെ അടുത്ത് എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അടുക്കളയില് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു മൊമെന്റ്? ഐ തിങ്ക് ഐ ഷുഡ് ബി ആസ്കിങ് ദാറ്റ് ടു ഹർ ഫസ്റ്റ്. See, thing is, ഈ ഷമ്മി എന്ന് പറഞ്ഞ കഥാപാത്രമില്ലേ, for me he is a hero. No matter what. A lot of people think that. For me he is a hero. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തിലെ ഹൗസ് ഹോൾഡിൽ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയത് ആണുങ്ങൾ ഷർട്ട് ഇല്ലാതെ കിച്ചണിൽ നിൽക്കുന്നത്. എനിക്ക് അത്ര രസമുള്ള കാഴ്ചയായിട്ട് അത് തോന്നിയിട്ടില്ല. ഇല്ല, എനിക്ക് ഇറ്റ് ഹാസ് ഡിസ്റ്റർബ്ഡ് മീ ബിഗ് ടൈം. ലൈക്ക് ഐ ആം ടോക്കിംഗ് അബൌട്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് എന്താ പറയുക, ഒരു മെയിൽ സുപ്രീമസിയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ അത്. കുളിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഷർട്ട് ഇടാമല്ലോ, കിച്ചൺ ലിവിംഗ് റൂം ഒക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം എനിക്കത് ചെയ്യുമ്പോൾ അത് ഇത്ര മാത്രം ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നു ഇല്ല. മേ ബി ശ്യാം ആൻഡ് ദിലീഷ് ആൻഡ് മധു ന്യൂ ഇറ്റ്. എനിക്കത് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി എനിക്ക് അന്ന് തോന്നിയില്ല. സോ ലേറ്റ് എനിക്ക് മനസ്സിലായി ഇതെല്ലാം മലയാളികളും കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയത്. എവ്രി വൺ ഹാസ് സീൻ ദാറ്റ് ഇൻ ദ ഹൗസ് ഓർ നെയ്ബർഹുഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കണ്ടിട്ടുള്ളത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. അപ്പൊ വീട്ടില് ഷർട്ടില്ലാണ്ടാണോ നടക്കുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഷർട്ടില്ലാതെ നടക്കുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടില് ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അപ്പൊ വീട്ടിലും പട്ടിക്കുട്ടിയുണ്ട്. We've got two more dogs. Two more dogs? Got lots of dogs. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ഒരു നല്ല ഇമിറ്റേഷനോ ഇല്ലെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് ആരെയും ഹേർട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. സോ ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക്, ഇപ്പം ലൈക്ക് തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് ചാക്കോച്ചൻ ചെയ്യുന്നത് പോലെ അനീതിപ്രാവ്, ബട്ട് അങ്ങനത്തെ റോൾസ് അങ്ങനത്തെ കഥകൾ ശരിക്കും അതിന് വരാത്തതാണോ? ഡു യു ഫീൽ ലൈക്ക് യു ആർ ബീങ് ടൈപ്പ് കാസ്റ്റ് ഇൻ ടു characters with so much depth always? വരുന്നതെല്ലാം അങ്ങനത്തെ റോളുകളാണോ? That's the best way to get typecast as an actor, getting so much depth in your characters. I am sure like there are people who are like they'll kill just to get the roles Fahadh is getting. എനിക്ക് സത്യയുടെ പടത്തിലൊന്നും അങ്ങനെയല്ലല്ലോ. സത്യന്റെ പടത്തിൽ ഞാൻ അങ്ങനെ. അപ്പൊ എന്നെ വിളിക്കുന്നവർ എന്നോട് പറയുള്ളൂ ഇത് താൻ ഇതാ ചെയ്യേണ്ടത്. അവർ പറയുന്നത് ഞാൻ ചെയ്യുന്ന, അല്ലാതെ ജോജി ആണെങ്കിലും ജോജി ഈസ് മാക്ബത്ത്. അപ്പൊ നമുക്ക് അതിൽ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പൊ മാക്ബത്തിന്റെ കഥ എടുത്തിട്ട് വേറെ കഥ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഏത് റോളാണ് ഈ റീസെന്റ് ആയിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത ഒരു റോൾ ഏതായിരുന്നു? റിലാക്സ്ഡ് ആയിട്ട് വിക്രം പക്ഷെ അതിൽ റൊമാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോർ മീ യു ആൻഡ് ഗായത്രീസ് റൊമാൻറ്റിക് ഇത് ഭയങ്കര രസമായിരുന്നു. ബിക്കോസ് ഇന്നലെ വി വർ ടോക്കിംഗ് ടു Chakuchan's cinema Gayatri has worked. Okay. So he was telling Chakuchan, is it Konchaku Boban? Let me know in the comments. Appa Vikram, but she's somebody who was a very good performer. Appa ningalde romantic sequence for me it really worked out because Gayatri was there in Super Deluxe also. Super Deluxe also. Sedunde wife item. Yes. So Super Deluxe na samayathum her performance was appreciated. Outstanding, yeah. So
It was fun when you work with someone who, you know, when there's a give and take policy, it's fun, you know. So what kind of a person are you on set? Like, do you talk a lot? Do you talk to your co-actors, or are you like on the quiet side? I think I'm on the quiet side. Quite, I don't I talk knew much. it. Okay. What do you do when you're alone? Like caravan like verde irikkumbam? I love to be alone. What is the game that you play on? Do you have games? I don't play any. So what do you do? Like chumma പണ്ട് ചോദിക്കാറ്. ഈ മറ്റേ എന്തെങ്കിലും കയ്യിലുള്ള ഗെയിംസ് ഒക്കെ കളിക്കുമായിരുന്നു. Now I read now, or You read? I read, yeah. I read, I watch music. Wow. I mean, news or something like that. Movies കാണാറുണ്ടോ? For inspiration? ഒറ്റയ്ക്കിരുന്നൊന്നും കാണാറില്ല. കാണാറില്ല. You and Nazriya? Yeah, we watch it together, or you know, ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ പടം കണ്ടോ ഈ പടം കണ്ടോ, എനിക്ക് അങ്ങനെ പടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. So I don't watch movies alone. You don't? Because comment ചെയ്യണമല്ലോ, കണ്ടോടാന്നൊക്കെ പറയുന്നത് ആ സാധനം. ഞാനിങ്ങനെ പടം കണ്ടുകൊണ്ട് സംസാരിക്കും. I would love to watch a movie with Fahadh. എന്താ അവൻ അങ്ങനെ ചെയ്ത് അയ്യോ അങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണ്. അപ്പം so I can't watch the full movie. Okay. You need a short break. Okay, one more break. But my mother is someone who always, when we watch a movie, she's constantly talking something or this. She's just commenting on things. I'm like, please don't. If I've not seen a movie, I said, please don't. But if I've seen, I'm like, yeah, continue. Nice to know your thoughts. പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, out of all the actors, like ഞാൻ recently 10 facts about Fahadh Fazil. Did you watch that? ബോളിവുഡിൽ ഇറക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഹിന്ദിക്കാര്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഫഹദ് ഫാസിൽ ഇർഫാൻ ഖാന്റെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനത്തെ ഒരു അത് സത്യമാണോ? ലൈക്ക് ഡിഡ് യു വാച്ച് ഹിസ് മൂവീസ് ആൻഡ് ഡിഡ് യു ഫീൽ ലൈക്ക് ഇതൊരു ജോണർ ആണ്, ഇങ്ങനത്തെയും ആക്ടേഴ്സ് ഉണ്ട്, ക്യാരക്ടർ ഭയങ്കര ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ആണ് ഇർഫാൻ സാറിന്റെ. എന്നുവെച്ചാൽ പുള്ളി ചെയ്ത എല്ലാ പടങ്ങളും ഞാൻ എൻജോയ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ കണ്ടിട്ട് എനിക്ക് വർക്കായ സിനിമകളിൽ I felt this timeless factor with him. Timeless factor. അതെ അതെ, ഒരു 30 വർഷം കഴിഞ്ഞ ആ സിനിമ കണ്ടാലും it's still there, whether it's Lunchbox or Piku or any film of his. Lunchbox, yes. Lunchbox. അപ്പൊ ഇതിനകത്ത് ടൈം ഫൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. What I try and do is this fighting the time thing. ഒരു 10 വർഷം കഴിഞ്ഞും നമ്മൾ ചില പടങ്ങൾ കാണുമ്പോഴത്തേക്കും you should still be able to connect. That's all. See, not just Irfan Khan. If you watch Dilip Kumar films, yes, Madhumati, പിന്നെ മുഗളി ആസാം, അത് കാണാണ് ഇപ്പോഴും it's timeless. Yeah, it's the performances is like ഇപ്പോഴും ഒരു ആക്ടർ പെർഫോം ചെയ്യുന്ന പോലെയാണ്. So I've noticed this, like some of the older films I've reviewed of Mr. Fahadh Fazil. You can check out my other channel, Nona Prince. There are some places where I felt, okay, the way he performed in that scene or in that film overall felt like, you know, cliche or kind of things, like very generic. Like I don't see, or maybe it's the writing, or maybe there was a performance, because you know he's of course become a better actor for film by film. But there are, you know, some of his older films where it doesn't really stand out that much, his performance. But of course in the latest films, you know, he just, I think what he's talking about, a time thing, that even if I watch his films like 10, 20, 30, 50 years later, I'll still say, oh, that's amazing performance. You know, it will not change according to time. So I think that's a very interesting point. അപ്പൊ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത അതാണ്, ആ ടൈംലെസ് പെർഫോമൻസ് നമ്മൾ പറയില്ല. അപ്പൊ അതിന് ഒരുപാട് എന്താ പറയാ, ഡീറ്റെയിലിംഗും ഗിമിക്കും അല്ലാതെ സട്ടിലിറ്റിയാണ്. എൻറ്റയർ ബോഡി ഈസ് സോർട്ട് ഓഫ് റിയാക്ടിങ് ടു തിങ്സ്. അപ്പൊ അതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അത് ഞാൻ റീട്രൈ ചെയ്യാണോ അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനത്തെ പെർഫോമേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ആൻഡ് യു ആർ നൗ ഇൻ ടു പ്രൊഡക്ഷൻ, റൈറ്റ്? യു ആർ എ പ്രൊഡ്യൂസർ ഓൾസോ. അപ്പം ഇതിൽ ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി യു ഹാവ് ടു ഹാവ് ഒരു ഭയങ്കര ട്രസ്റ്റും കൺവിക്ഷൻ ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മളൊരു സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നത്. സോ ഹൗ ഡു യു ജഡ്ജ് ലൈക്ക് ഈ സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം? ഇതൊന്നും ഇല്ലാതെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നു. ഇതൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു എടുത്ത് പ്രൊഡ്യൂസ്. ഇപ്പൊ ഷുവർ ആയിട്ടുള്ള പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. ഐ എം നോട്ട് ആൻസറബിൾ. ആ പ്രൊഡ്യൂസറിനോട് എനിക്ക് ഒരു രീതിയിലുള്ള ഒബ്ലിഗേഷൻ. ഞാൻ ചെയ്യുന്ന പടങ്ങൾക്ക് ഇറ്റ്സ് മോസ്റ്റ്ലി ലോട്ട് ഓഫ് റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ, യു നോ, വർക്കാവോ. ഇപ്പൊ എനിക്ക് വേറൊരാളോട് ഞാൻ ആൻസറബിൾ ആവുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ബി ആൻസറബിൾ ടു എനിവൺ. സോ this is something I relate to very much. അങ്ങനത്തെ ഡിസിഷൻ കൊണ്ടാണ് ഞാൻ പ്രൊഡക്ഷനിലേക്ക് വന്നതും. സോ when I produce, it's happening easier. കുറച്ച് എളുപ്പം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. It's fun. How do you balance all this, like your personal life? No, I don't get involved in the production. There's other people handling it. ആ തലവേദന ഇല്ല, I don't even know എങ്ങനെയാ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. It's usually handled by
we have an executive producer, so he takes care of everything. In a short break, this is Okay. so we have Fahadh Does this Fazil interview comes on TV? theaters. That's why they're Final taking question for you. breaks. Actually, I want you to speak from your heart because ഞാൻ ഇത്ര നേരം ഹാർട്ട് നടന്നു. എനിക്കറിയാം ഇത് കുറച്ചും കൂടി നമ്മൾ ഡീപ്പ് അടി ഈ മലയൻ കുഞ്ഞിലെ പോയ പോലെ 40 അടി താഴേക്ക് നമ്മൾ പോവാണ്. ഇത് പക്ഷേ ഇത് ഇറ്റ്സ് നത്തിങ് പേഴ്സണൽ. ഇറ്റ്സ് ജസ്റ്റ് സംതിങ് ദാറ്റ് ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ബിക്കോസ് എനിക്ക് ഇപ്പൊ ഇവിടെ ഇരുന്ന് എവറിബഡി ഹാസ് എൻ ഓറ, റൈറ്റ്? സോ എനിക്ക് ഫാദറിന്റെ അടുത്തിരിക്കുമ്പോൾ unusually, I think this is one of my most favorite episodes എന്ന് വേണമെങ്കിൽ പറയാം. Because I have literally ഞാൻ എൻ്റെ റാപ്പിഡ് ഫയർ ഞാൻ തൊട്ടിട്ടില്ല. അല്ല അത് ചെയ്യാം. Because I don't want to. Because I want to keep you in this zone. I want rapid fire. The thing is, I want to ask you this question. Like, what is your success mantra? What is happening in your brain? Because everybody goes through challenging situations. എല്ലാവർക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ട്രബിൾ ഒക്കെ വരുന്ന ചാലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാവും. ഈവൻ യു ഹാവ് ഗോൺ ത്രൂ ഇറ്റ്. ഇനിഷ്യലി വെൻ യുവർ ഫസ്റ്റ് മൂവി ഡിഡ്ന്റ് ഡു ഗ്രേറ്റ്, ആൾക്കാർ കുറെ ക്രിട്ടിസൈസ് ചെയ്തു, ബട്ട് യു കെയിം ബാക്ക് ആൻഡ് യു കെയിം ബാക്ക് വിത്ത് എ ബാങ് ആൻഡ് യു ജസ്റ്റ് ലൈക്ക് യു വർ ഓൺ ദെയർ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അന്ന് പറഞ്ഞവരൊക്കെ ഇപ്പം നൗ ദേ ആർ ലൈക്ക് യുവർ ഫാൻസ്. How did you turn the table and what is that very interesting thing that's question happening in your mind? How do you keep yourself on track when you do go away from it? ഇതെങ്ങനെ ആൻസർ ചെയ്യേണ്ടത്? എവിടെ ആൻസർ You can take your time. You can have another sip from ഭയങ്കര എന്നുവെച്ചാൽ ഇതിന്റെ ആൻസർ ഞാൻ ജീവിച്ച കഴിഞ്ഞ 20 വർഷമോ 22 വർഷമാണ് അതിന്റെ ആൻസർ ആക്ച്വലി. അപ്പൊ അതെനിക്ക് എവിടെ നിന്ന് തുടങ്ങിയത് പറയണമെന്ന് എനിക്ക് അറിയില്ല. In a nutshell, ചെറുതായിട്ട്. See, success and failure, it'll always be there. ഇപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് നിന്ന് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇറ്റ്സ് ക്ലോസ് ടു ലിറ്റിൽ മോർ ദാൻ 10 years. ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. I have not seen that. അല്ല ഉണ്ട്. എന്നെ മാത്രമൊന്നല്ല, ഇപ്പം വേറെ എൻ്റെ കൂടുതൽ വേറെ ആക്ടേഴ്സ്. സോ പീപ്പിൾ ഹാവ് ചോയ്സസ്. Yes. ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും പീപ്പിൾ ഹാവ് ചോയ്സസ്. അറ്റ് ദ സെയിം ടൈം ഐ ബിലീവ് ദാറ്റ് എവ്രി വൺ ഹാസ് സ്പേസ്. ഈ ലോകത്തുള്ള എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. വെരി ക്ലിയർലി they have a space in this world. Space in this world. But be honest and identify that. And be brutally honest. Brutally honest. Yeah. And identify who you are. See, ചില സമയങ്ങളിൽ what you are, നമുക്ക് തോന്നാറുണ്ട് if I am the way I am, ഈ കാര്യം നടക്കില്ല, ഇത് നടക്കില്ല. പക്ഷെ it's about doing it the way you are. You have to be the way you are. അപ്പം be brutally honest. And നമ്മളെ മനസാക്ഷിയോട് തന്നെ സത്യം പറഞ്ഞാൽ മതിയല്ലോ. It's easier. That's an amazing answer. And I think that's really worked for you because it's really helping you be the most successful actor that Malayalam for us. It's not alone. But I'm sure a lot of people are helping you. But അതൊരു team effort ആണെന്നൊക്കെ അറിയാം. പക്ഷേ a lot of us will agree that you're one of the finest actors that we have seen in the South. South മാത്രമല്ല, ഇപ്പൊ പുഷ്പയിലൊക്കെ പോയി പൊളിച്ചടുക്കിയിട്ട് വന്നിരിക്കുകയാണ്. I'm just at the best time of cinema. When can we see you in Bollywood? Whenever they call me, I think. I mean, whenever I get something very exciting. ഹോളിവുഡിലൊക്കെ ഫാദിന് പോയി കാണണം എന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. Because we want them to know what you are and what you're capable of. So hope you get more and more movies because that's what you love doing. I hope they do the rapid fire. To produce the craziest of films. All the best for Malayan Kunyam. Please watch on theater. Because നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ അറിയാം it's gonna be a crazy movie. വേൾഡ് ലെവലില് ഈ സിനിമ സംസാരിക്കപ്പെടട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു. ആൻഡ് പ്ലീസ് ടെൽ നസ്രിയ ദാറ്റ് ഐ ലവ് ഹർ ബിക്കോസ് നസ്രിയ ആണ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്. സോ ഐ താങ്ക് യു നസ്രിയ ഫോർ asking him to even watch the show. So thank you so much. Thank you, Pearle. I had a ball. I had a great time with you. Thank you so much. Great. Okay. Thank you. And one thing, എനിക്ക് ശ്രീനിയോട് ഒരു ഫോട്ടോ. Yeah, sure. Because he is your biggest fan. Srini, please come on stage. Because ശ്രീനിയാണ് നമ്മുടെ ഈ ഷോ എല്ലാം ഇങ്ങനെ ആക്കിയെടുത്തത്. That's very nice. I wanted to rapid fire. എന്റെ ഒരു ചെറിയ റൗണ്ട് ഉണ്ട്. സോ നിലു ബേബിനെ ഷോയിൽ കൊണ്ടുവരണം എല്ലാവരും പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നിലു ബേബിനെ. നിലു ബേബി, ഡു യു ഹാവ് എനി ഐഡിയ ഇത് ആരാണെന്ന്? ദിസ് ഈസ് ഫഹദ് ഫാസിൽ. ഓക്കെ, അവൾ ഓടി. That kid is going to regret so much when he grows up. അതിന്റെ വീട്ടിൽ ഇപ്പൊ കൊച്ചുങ്ങളുണ്ടോ? എന്റെ സിസ്റ്റർ, she's visiting. എന്റെ സിസ്റ്റർ just had a baby. 4 മാസമുള്ളൂ. നിലു ബേബി
I just wanted to bring her on the show because നിങ്ങൾ ഒരു ചെറിയൊരു ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം. Oh, sure. All right, that's a good interview, and at the end they were not subtitles. Okay, it's okay, and I wish there was a rapid fire. But really, always fun to get into how Fahadh thinks, and there are a lot of things I relate to him in certain ways. And I would definitely, if it's possible, one day would love to talk to him. Do an interview. I already have my questions ready, by the way. And I'm really sad I couldn't watch Malan Kunjo in theaters. It was, I think, very far from here, and there were no subtitles. I know people told me you don't need subtitles, but of course, at least the first half you need some context, right? I want to watch it the best way possible, so I have to wait for the OTT release. But it's okay. It's okay. But at least I'll get to watch it. That's more important. But yeah, man, I don't know if you know this, but my father is my favorite. So many years now. I've seen so many of his films. Yet to watch so many more. I know there are a lot of other interviews also. Maybe if you enjoyed this, let me know. I'll check out them also. But until then, check out this video. If you like this, like, subscribe, and I'll see you next time.